നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് പിണറായി വിജയനല്ല, പി ശശിയാണെന്ന ഒരു പരിഹാസം മുൻപ് മുതലേ ഉള്ളതാണ്. അതായത് പോലീസ് പി ശശിയുടെ വാക്കേ കേൾക്കാറുള്ളൂ എന്ന്. ഇപ്പോൾ ഇതേ പോലീസിന്റെ ഒരു തൊട്ടിത്തരത്തിനെതിരെ ഒരു യുവതി പരാതി കൊടുത്തപ്പോൾ അത് തിരിഞ്ഞു നോക്കാൻ ഈ പറയുന്ന പി ശശിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനോ തയ്യാറായിട്ടില്ല. പാവപ്പെട്ടവന്റെ പാർട്ടി, പാവപ്പെട്ടവന്റെ സർക്കാർ എന്നൊക്കെയാണ് പറച്ചിൽ. പക്ഷേ പാവപ്പെട്ടവനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോലും അടുപ്പിക്കില്ല. അതാണ് അവസ്ഥ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണവുമായി പോലീസ് ക്രൂരതയ്ക്കിരയായ ദളിത് യുവതി പനവൂർ പനയാമുട്ടം പാമ്പാടി തോട്ടരികത്ത് വീട്ടിൽ താമസിക്കുന്ന ആർ ബിന്ദു രംഗത്ത്. കള്ളക്കേസിൽ പോലീസ് പ്രതിയാക്കിയതിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാൻ പോയപ്പോഴാണ് അവഗണന നേരിട്ടതെന്ന് ബിന്ദു പറയുന്നു. പരാതി നൽകാൻ പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പരാതി വായിച്ചു പോലും നോക്കിയില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പരാതി വാങ്ങി അത് മേശപ്പുറത്തേക്ക് എറിയുകയായിരുന്നു. മോഷണ ആരോപണത്തിൽ പോലീസ് അന്യായമായി കസ്റ്റഡിയിലെടുത്ത ദളിത് വീട്ടുജോലിക്കാരി 20 മണിക്കൂറോളം മാനസിക പീഡനമാണ് സ്റ്റേഷനിൽ നേരിട്ടത്. എന്നാൽ മോഷണം പോയ സ്വർണമാല വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് അത് കണ്ടെത്തുകയും ചെയ്തിട്ടും പോലീസ് സ്ത്രീക്കെതിരെ FIR റദ്ദാക്കാതെ നിയമ നടപടി തുടരുകയാണ് ചെയ്തത്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിലായിരുന്നു സംഭവം. ദളിത് യുവതിയോട് അങ്ങേയറ്റം മോശമായിട്ടാണ് പോലീസ് പെരുമാറിയത് എന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യുവതി തന്നെ പറയുന്നുണ്ട് തന്നെ അസഭ്യം പറയുകയും തെറി പറയുകയും ഇനി ഈ ഭാഗത്തൊന്നും കണ്ടുപോയേക്കരുതെന്ന് പോലീസ് വിലക്കിയതായും ഈ യുവതി പറയുന്നുണ്ട്. അവർ തെറ്റുകാരിയല്ല, മാല അവർ എടുത്തിട്ടില്ല, മാല കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ യുവതിക്ക് നേരെ പോലീസ് കാടത്തമാണ് കാണിച്ചത്. ഇതിനെതിരെയാണ് നീതി കിട്ടുന്നതിന് വേണ്ടി യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുക്കാൻ പോയത്. എന്നാൽ അവിടെ അതിനേക്കാൾ വലിയ അനീതിയാണ് യുവതിക്ക് നേരിടേണ്ടി വന്നത്. അല്ലെങ്കിലും പിണറായി പോലീസിനെ ആരും തൊടില്ലല്ലോ, പിണറായി പോലീസിന് എന്തും ചെയ്യാമല്ലോ. ഇവരെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണ് പി ശശിയും പിണറായി വിജയനും ഒക്കെ. പോലീസിനെതിരെ പരാതിയും കൊണ്ട് ചെന്നതുകൊണ്ടായിരിക്കും പി ശശി പരാതി വാങ്ങി മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. ആ യുവതിയോട് പോലീസ് പറഞ്ഞത് ഇങ്ങനെയാണ്: തൊഴിൽ ചെയ്യുന്ന നഗരത്തിലെ വീടുകളിലേക്കോ സമീപ പ്രദേശങ്ങളിലേക്കോ ഇനി വരരുത് എന്ന്. ഇത് പറയാൻ പോലീസിന് എന്താണ് അധികാരം? അവർ കുറ്റക്കാരിയല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെയും പോലീസിന്റെ ഈ അഹന്ത അത് പാവങ്ങളുടെ നെഞ്ചത്തോട്ടല്ലേ നിങ്ങൾ കാണിക്കുകയുള്ളൂ. അല്ലാതെ മറ്റുള്ളവന്മാരുടെ, എന്തിനേറെ ഈ ഞാഞ്ഞൂൽ SFIക്കാരുടെ മുൻപിൽ പോലും നട്ടല് വളച്ച് നിൽക്കാനല്ലേ കാക്കിയിട്ടിട്ടുള്ള ഏമാന്മാർക്ക് അറിയുകയുള്ളൂ. ഇത് ഊരി വെച്ചിട്ട് ചെരയ്ക്കാൻ പോകുന്നതാണ് നല്ലത് എന്ന് മലയാളികൾ കുറെ കാലമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് പോലീസുകാരെ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ ആ യുവതിക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങൾ അത് അതിക്രൂരമാണ്. നീതി കിട്ടും എന്ന് കരുതിയാണ് യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെന്നത്. അവിടെയോ വീണ്ടും അപമാനമാണ് ഉണ്ടായത്. പരാതി ഉണ്ടെങ്കിൽ കോടതിയിൽ പോകാനാണ് പി ശശി പറഞ്ഞതത്രേ. മാല മോഷണം പോയാൽ വീട്ടുകാർ പരാതി നൽകിയാൽ പോലീസ് വിളിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അഭിഭാഷകനൊപ്പം പോയപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവഹേളനം നേരിട്ടതെന്നും ബിന്ദു പറഞ്ഞു. പല രീതിയിൽ ബന്ധപ്പെട്ട് മുൻകൂറായി അനുമതി വാങ്ങിയ ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാൻ അനുമതി ലഭിക്കുകയെന്നിരിക്കെ അത്തരത്തിൽ അഭിഭാഷകനൊപ്പം പരാതി നൽകാൻ പോയ ബിന്ദുവിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായതിനേക്കാൾ വലിയ അവഹേളനങ്ങൾ നേരിട്ടു. വലിയ ഒരു വേദനയിലാണ് ബിന്ദു ഉള്ളത്. ഞാനും വക്കീലും കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയതെന്നും അപ്പോൾ പരാതി വായിച്ചു പോലും നോക്കാതെ അവിടെ ഉണ്ടായിരുന്ന സാറ് പോലീസ് വിളിപ്പിക്കുമെന്ന് പറയുകയായിരുന്നുവെന്നും പി ശശി എന്നയാൾക്കാണ് പരാതി നൽകിയതെന്നും ബിന്ദു ആവർത്തിച്ചു പറയുന്നുണ്ട്. താൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഓഫീസിലൊക്കെ പോകുന്നതെന്നും ബിന്ദു നിസ്സഹായതയോടുകൂടി പറയുകയാണ്. മാല മോഷണം പോയി എന്ന പരാതി കിട്ടിയതിന് തൊട്ടു പിന്നാലെ അവിടെ എത്തിയ പോലീസ് ബിന്ദുവിനെ കണ്ടതോടുകൂടി അങ്ങ് ഉറപ്പിക്കുകയായിരുന്നു ഇവൾ തന്നെയാണ് പെരുങ്കള്ളിയെന്ന്. എന്താ അവരുടെ നിറവും കുലവും ഗോത്രവും ഒക്കെയാണോ അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്താൻ പോലീസിനെ പ്രേരിപ്പിച്ചത്? നല്ല ഒന്നാന്തരം പോലീസാണ് വിജയൻ്റേത്. കൊള്ളാം. തിരുവനന്തപുരം പേരൂർക്കടയിലാണ് ജോലി ചെയ്യുന്ന വീട്ടിലെ സ്വർണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് പോലീസ് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. മാല മോഷ്ടിച്ചില്ലെന്ന് വിശദമാക്കിയതിന് പിന്നാലെ പെൺമക്കളെയും കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പോലീസുകാർ കുറ്റം സമ്മതിപ്പിക്കുകയായിരുന്നുവെന്നാണ് ബിന്ദു പറയുന്നത്. മണിക്കൂറുകൾ പോലീസ് സ്റ്റേഷനിൽ കഴിയുന്നതിനിടെ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ പോയി കുടിക്കാനായിരുന്നു മറുപടിയെന്നും ബിന്ദു പറഞ്ഞു. അത്രത്തോളം അവഹേളനം അവർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ടു.
കഴിഞ്ഞ മാസം 23-നായിരുന്നു ഈ സംഭവം നടന്നത്. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. വീട്ടുടമസ്ഥയുടെ 2.5 പവൻ മാല മോഷ്ടിച്ചു എന്നായിരുന്നു ആരോപണം വന്നത്. എന്നാൽ ബിന്ദു അപ്പോഴൊക്കെ പോലീസുകാരുടെ കാല് പിടിച്ച് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. പിന്നീട് രാവിലെ മാല കിട്ടിയെന്ന് വീട്ടുടമസ്ഥ അറിയിച്ചതോടെയാണ് ബിന്ദുവിനെ അവിടെ നിന്നും വിട്ടയക്കുന്നത്. ആ സമയം അത്രയും പോലീസ് സ്റ്റേഷനിൽ അവർ കഴിയുകയായിരുന്നു. കേസെടുത്ത പോലീസ് ഒരു അന്വേഷണം പോലും നടത്താതെ ബിന്ദു തന്നെയാണ് കള്ളിയെന്ന് അങ്ങ് ഉറപ്പിക്കുകയായിരുന്നു. അവരെ ആ സ്റ്റേഷനിൽ ഇരുത്തുകയാണ് ചെയ്തത്. എത്രത്തോളം വലിയ നീതികേടാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് തിരുവനന്തപുരം കമ്മീഷണർ. അസിസ്റ്റന്റ് കമ്മീഷണറോടാണ് ആഭ്യന്തര അന്വേഷണത്തിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നാണ് വിലയിരുത്തൽ. 3 ദിവസം മാത്രമാണ് സ്ത്രീ ജോലിക്ക് നിന്നത്. എന്നാൽ മാല കിട്ടിയെന്ന് വീട്ടുടമസ്ഥ അറിയിച്ചിട്ടും 11 മണിക്ക് ശേഷമാണ്, അതായത് പിറ്റേ ദിവസം 11 മണിക്ക് ശേഷമാണ് പോലീസ് ബിന്ദുവിനെ അവിടെ നിന്നും വിട്ടയക്കുന്നത്. ഏറ്റവും വലിയ നീതികേട്, ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് മുൻപ് തന്നെ വസ്ത്രമഴിച്ച് പരിശോധനയും ഒക്കെ അങ്ങ് നടത്തിയിരുന്നു. അല്ലാതെ കൂടുതൽ അന്വേഷണത്തിലേക്കൊന്നും പോലീസ് പോയില്ല. തലേ ദിവസം രാത്രിയിലാണ് അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അന്ന് വെളുപ്പിന് 3 മണി വരെ ഇടയ്ക്കിടെ വന്ന് പോലീസുകാർ ചോദ്യം ചെയ്യൽ നടത്തുകയായിരുന്നു. അവിടെയും തീർന്നില്ല. അസഭ്യ വാക്കുകൾ ചൊല്ലിയും ഭർത്താവിനെയും കുട്ടികളെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയും ഒക്കെ പോലീസ് ഇവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. അതായത് കുറ്റം ഇവർ എങ്ങനെയെങ്കിലും ഏറ്റെടുക്കണം, അത് സമ്മതിക്കണം. അതിനുവേണ്ടി ഭക്ഷണവും കുടിവെള്ളവും നിഷേധിച്ചുവെന്നും ബിന്ദു വ്യക്തമാക്കുന്നുണ്ട്. സംഭവം വിവാദമായതോടെ ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകരും പോലീസിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വനിതാ കമ്മീഷനുണ്ട്. ഇതുവരെ വാ തുറന്ന് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ദളിത് യുവതി ആയതുകൊണ്ടായിരിക്കും ഇവിടുത്തെ വനിതാ കമ്മീഷന്റെ വായിൽ പഴം തിരികെ വെച്ചിരിക്കുന്നത്. അങ്ങനെ പോലീസിന്റെ തൊട്ടിത്തരത്തിന് മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയുടെ അടുത്തുകൂടി പരാതി പറയാൻ പോയിട്ട് അവിടെയും ആ ദളിത് സ്ത്രീക്ക് മോശം അനുഭവമാണ് ഉണ്ടായത്. ഈ സാധാരണക്കാർക്ക് പിന്നെ എവിടെ നിന്നാണ് നീതി ലഭിക്കുന്നത്? പക്ഷേ കവലപ്രസംഗത്തിൽ CPM-കാർ പറയുന്നത് ഈ സർക്കാർ പാവപ്പെട്ടവൻ്റേതാണ് എന്നാണ്. ഇതാണ് അവരുടെ പാവപ്പെട്ടവൻ്റേതായിട്ടുള്ള മനോഭാവം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.